ഹായ് വ്യൂവേഴ്സ്, ഐ ആം ജനുജി. അപ്പം നമ്മൾ ഇതിനു മുമ്പ് 24 പദങ്ങളിൽ ആം എന്നൊരു പദം പഠിച്ചു കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത 2 പദങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. IS ഈസ്, ARE ആർ, ഈസ് ആർ. അപ്പം നേരത്തെ നമ്മൾ കണ്ടു ഇംഗ്ലീഷിൽ ആകുന്നു എന്ന അർത്ഥത്തിൽ 3 പദങ്ങളുണ്ട്. ഈസ്, ആം, ആർ. അതിൽ ആമാണ് പഠിച്ചത്. ഇനി ഈസ്, ആർ, ഈ 2 പദങ്ങൾ കൂടി പഠിക്കാം. ആ ഈസ്, ആർ പഠിക്കണമെങ്കിൽ അതിനു മുമ്പ് അതുമായി ചേർന്ന് വരുന്ന 7 പദങ്ങളുണ്ട്. ഈസ്, ആം, ആർ ആയി ചേർന്ന് വരുന്ന 7 പദങ്ങൾ. ആ പദങ്ങൾ ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ് എന്നിവയാണ്. കാരണം നമ്മൾ നിത്യജീവിതത്തിൽ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന 7 പദങ്ങളാണ്. അതിൽ ഐ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. ഐയുടെ അർത്ഥം ഞാൻ. അതിൻ്റെ കൂടെയാണ് ആം ചേർന്ന് വരുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പഠിക്കേണ്ടത് ഈസുമാറാണ്. അപ്പോൾ ഈ പദങ്ങളുമായിട്ടുള്ള ബന്ധം നമുക്ക് എന്താണെന്ന് നോക്കാം. ആദ്യം ഈ പദങ്ങളുടെ അർത്ഥം അത് വളരെ വ്യക്തമായിട്ട് അറിയണം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നതുകൊണ്ട് ആ പദങ്ങളുടെ അർത്ഥം മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഐ, ഞാൻ. വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ, നമ്മൾ. ഇങ്ങനെ 2 അർത്ഥമുണ്ട്. ഞങ്ങൾ, നമ്മൾ. ഇപ്പം ഫോർ എക്സാമ്പിൾ വി ആർ ഫ്രണ്ട്സ് എന്ന് പറയുകയാണ്. വി ആർ ഫ്രണ്ട്സ്. അതിന് 2 അർത്ഥമുണ്ട്. ഒന്നാമത്തെ അർത്ഥം ഞങ്ങൾ സുഹൃത്തുക്കളാണ്. വി ആർ ഫ്രണ്ട്സ്, ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പം ഞങ്ങൾ സുഹൃത്തുക്കളാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇത് കേൾക്കുന്ന മറ്റുള്ളവർ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. കേൾക്കുന്നവർ ഉൾപ്പെട്ടിട്ടില്ല. ഞങ്ങൾ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പ് ഇവിടെ നിൽക്കുകയാണ്. ഒന്നിൽ 2 പേരായിരിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പേരുണ്ടാകും. ആ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അതേ സമയത്ത് വി ആർ ഫ്രണ്ട്സിന് നമ്മൾ സുഹൃത്തുക്കളാണ് ഒരർത്ഥം കൂടിയുണ്ട്. അപ്പം നമ്മൾ എന്ന് പറയുമ്പോൾ പറയുന്ന ആളും കേൾക്കുന്നവരും എല്ലാം ഉൾപ്പെട്ടു. ആ ഒരു ഗ്രൂപ്പ് മൊത്തത്തിൽ വരുമ്പോഴാണ് അവരെല്ലാം കൂടി ഉൾപ്പെട്ടതാണ് നമ്മൾ സുഹൃത്തുക്കളാണെന്ന് പറയുന്നത്. അപ്പം വി എന്ന പദത്തിന് ഞങ്ങൾ, നമ്മൾ 2 അർത്ഥം. ഇനി യു എന്നൊരു പദമുണ്ട്. YOU. യു എന്ന പദത്തിന് 3 അർത്ഥമാണ്. നീ, നിങ്ങൾ, താങ്കൾ. നീ എന്ന് പറയുമ്പോൾ ഒരാളേ ഉള്ളൂ. യു ആർ മൈ ഫ്രണ്ട്. നീ എൻ്റെ കൂട്ടുകാരനാണ്. അതേസമയം യു ആർ മൈ ഫ്രണ്ട്സ്. ഒന്നിലധികം സുഹൃത്തുക്കൾ നിൽക്കുമ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാം യു ആർ മൈ ഫ്രണ്ട്സ്. നിങ്ങൾ എൻ്റെ കൂട്ടുകാർ ആണ്. അപ്പം കൂട്ടുകാരൻ, അതേപോലെ തന്നെ കൂട്ടുകാർ. അപ്പം ഏകവചനത്തിനും ബഹുവചനത്തിനും നീ, നിങ്ങൾ രണ്ടിനും യു എന്ന പദമാണ്. ഇനി യു ആർ മൈ ടീച്ചർ. താങ്കൾ എൻ്റെ അധ്യാപകനാണ് അല്ലെങ്കിൽ അധ്യാപികയാണ് എന്ന് പറയുമ്പോഴേക്കും അവിടെ ബഹുമാന സൂചകമായിട്ടാണ് യു ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ യു ഏകവചനമായിട്ട് ഉപയോഗിക്കും, ഒരാൾക്ക് വേണ്ടി ഉപയോഗിക്കും. ബഹുവചനമായിട്ട് ഉപയോഗിക്കും, ഒന്നിലധികം പേർക്ക് ഉപയോഗിക്കും. ബഹുമാന സൂചകമായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഈ 3 അർത്ഥങ്ങളിലും ഇംഗ്ലീഷിൽ ഒറ്റ പദമേ ഉള്ളൂ. മലയാളത്തിൽ 3 പദങ്ങൾ, ഇംഗ്ലീഷിൽ ഒറ്റ പദം. യു, നീ, നിങ്ങൾ, താങ്കൾ. ഇനി THEY, ദേ. ദേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ, ഇവർ, അവ, ഇവ. ഒന്നിലധികം ഉണ്ട് എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ അത് വസ്തുക്കൾക്ക് വേണ്ടി ഉപയോഗിക്കാം, വ്യക്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാം. വ്യക്തികൾക്കാണ് നമ്മൾ അവർ അല്ലെങ്കിൽ ഇവർ എന്ന് പറയാം. അതേസമയം വസ്തുക്കൾക്ക് വേണ്ടിയാണെങ്കിൽ അവ, ഇവ എന്നേ പറയുള്ളൂ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ദേ ആർ മൈ ഫ്രണ്ട്സ്. ദേ ആർ മൈ ഫ്രണ്ട്സ്. അവർ എൻ്റെ കൂട്ടുകാരാണെന്നാണ് അർത്ഥം. ദേ ആർ ഡോഗ്സ് എന്ന് പറഞ്ഞാൽ അവ നായ്ക്കളാണ്. ദേ ആർ ബുക്സ്. അവ പുസ്തകങ്ങളാണ്. അപ്പം അവർ, ഇവർ, അവ, ഇവ, ഈ 4 അർത്ഥങ്ങളിലും THEY, ദേ എന്നത് ഉപയോഗിക്കാം. അപ്പം പഠിച്ച വാക്കുകൾ ഐ, വി, യു, ദേ. ഇനി ഒരു 3 പദങ്ങളും കൂടി നോക്കാം. ഹി, HE, ഹി. ഹി എന്ന പദത്തിന് 3 അർത്ഥമുണ്ട്. അവൻ, അയാൾ, അദ്ദേഹം. അവൻ, അയാൾ, അദ്ദേഹം. അപ്പോൾ ഹി ഈസ് മൈ ഫ്രണ്ട്. ഹി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവൻ എൻ്റെ സുഹൃത്താണ്. അവിടെ ഒരാളേ ഉള്ളൂ, അവൻ എൻ്റെ സുഹൃത്താണ്. അവിടെ പ്രത്യേകിച്ച് ബഹുമാനമൊന്നുമില്ല. അതേസമയം ഹി ഈസ് മൈ ടീച്ചർ എന്ന് പറയുമ്പം അദ്ദേഹം എൻ്റെ അധ്യാപകനാണ്. ഹി ഈസ് മൈ ടീച്ചർ. അദ്ദേഹം എൻ്റെ അധ്യാപകനാണെന്ന് പറയുമ്പോൾ അവൻ അവിടെ പറയുന്നത് ശരിയല്ല, ബഹുമാനമില്ല. എന്നാൽ അയാളെന്ന് ഉപയോഗിക്കാം. പക്ഷെ അയാളെന്ന് പറഞ്ഞാൽ പോലും ബഹുമാനമുണ്ടെങ്കിൽ അതിനേക്കാൾ ബഹുമാനമുള്ള പദമാണ് അദ്ദേഹം എന്ന് നമ്മൾ മലയാളത്തിൽ ഉപയോഗിക്കുന്നത്. ഇപ്പം ഗാന്ധിജിയെക്കുറിച്ച് പറയുമ്പോൾ
നമ്മൾ ഒരിക്കലും അയാൾ എന്ന് പറയില്ല, അദ്ദേഹം എന്നേ പറയുള്ളൂ. ഗാന്ധിജി അദ്ദേഹം ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണെന്നേ നമ്മൾ പറയുള്ളൂ. അയാൾ ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണെന്ന് പറയുമ്പോൾ എന്തോ ഒരു ബഹുമാനം കുറഞ്ഞതുപോലെ തോന്നും. അപ്പോൾ 3 അർത്ഥങ്ങൾ: അവൻ, അയാൾ, അദ്ദേഹം, ഹി എന്നൊറ്റ പദത്തിന്. ഇനി അടുത്തത് ഷീ എടുക്കാം. SH ഷീ. ഷീ എന്ന് പറഞ്ഞാൽ അവൾ എന്നാണ് സാധാരണ അർത്ഥം. ഷീ, അവൾ. സോ ഷീ ഈസ് മൈ ഫ്രണ്ട്. അവൾ എൻ്റെ സുഹൃത്താണ്. അവൾ എന്നൊരർത്ഥത്തിൽ ഉപയോഗിക്കാം. അതേ പദത്തിന് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ ബഹുമാന സൂചകമായിട്ടൊരു വ്യക്തിയെ, ഒരു സ്ത്രീയെ നമ്മൾ എപ്പോഴും അവർന്നേ പറയുള്ളൂ, അവൾ എന്ന് പറയില്ല, ബഹുമാന സൂചകം. അപ്പം ഷീ ഈസ് മൈ മദർ. അവർ എൻ്റെ അമ്മയാണെന്നാണ് പറയുക, അവൾ എന്ന് ഉപയോഗിക്കില്ലല്ലോ. അവർ എൻ്റെ അമ്മയാണ്. അവിടുത്തെ അവർ എന്ന് പറയുന്ന ബഹുമാന സൂചകമായിട്ടൊരു സ്ത്രീയെ നമ്മൾ അഭിസംബോധന ചെയ്യും. അവർ എൻ്റെ അമ്മയാണ്. ഷീ ഈസ് മൈ ടീച്ചർ. അവരെൻ്റെ അധ്യാപികയാണ് എന്നൊക്കെ പറയും. ഇനി തൊട്ടടുത്താണ് IT, ഇറ്റ്. ഇറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നും അർത്ഥമുണ്ട്, ഇത് എന്നും അർത്ഥമുണ്ട്. അത്, ഇത്. അപ്പോൾ അത് വേണമെങ്കിൽ വ്യക്തികൾക്ക് ഉപയോഗിക്കാം, വസ്തുക്കൾക്ക് ഉപയോഗിക്കാം, പക്ഷിമൃഗാദികൾക്ക് ഉപയോഗിക്കാം. അതിനൊക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കാവുന്ന ഒരു വേർഡാണ് ഇറ്റ്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മനസ്സിലാവും നോക്കുക. ഇറ്റ്സ് എ ഡോഗ് എന്ന് പറഞ്ഞാൽ അതൊരു നായയാണ്. ഇറ്റ്സ് എ ബുക്ക്, അതൊരു പുസ്തകമാണ്. ഇറ്റ്സ് എ ബേബി, അതൊരു കൊച്ചു കുഞ്ഞാണ്. അപ്പം ഇങ്ങനെ 3 അർത്ഥത്തിൽ ഉപയോഗിക്കാം. അപ്പം നമ്മളിപ്പോൾ 7 പദങ്ങളും പഠിച്ചു, അതിൻ്റെ അർത്ഥങ്ങളും പഠിച്ചു. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ഐ, വി, യു, ദേ, ഹി, ഷീ, ഇറ്റ്. അർത്ഥമൊക്കെ മനസ്സിലായി. ഇനി ഈസ്, ആം, ആർ ഈ പദങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളാണ് ഇനി നമ്മൾ പറയേണ്ടത്. അത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി നമ്മൾ പഠിക്കണം. അതാണ് സിംഗുലർ ആൻഡ് പ്ലൂറൽ. സിംഗുലർ മീൻസ് ഏകവചനം, പ്ലൂറൽ മീൻസ് ബഹുവചനം. നേരത്തെ ഞാൻ പറഞ്ഞ ടെക്നിക്കൽ ടേംസ് പ്രാധാന്യം കൊടുക്കേണ്ട ആവശ്യമുള്ളവർ മാത്രം അതിന് പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. അപ്പോൾ എന്താ സിംഗുലർ എന്ന് പറഞ്ഞാൽ ഏകവചനം. ഏകവചനം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഷോസ് ഓൺലി വൺ, ഇറ്റ് ഡിനോട്ട്സ് ഓൺലി വൺ. ഒന്നിനെ സൂചിപ്പിക്കുന്ന ഒറ്റ കാര്യം. ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, ബോയ് ആൺകുട്ടി ഒരാളേ ഉള്ളൂ, ഗേൾ പെൺകുട്ടി ഒരാളേ ഉള്ളൂ, ബുക്ക് പുസ്തകം ഒന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഒന്നിനെ സൂചിപ്പിക്കുന്ന ഈ പദങ്ങളെയാണ് നമ്മളിവിടെ സിംഗുലർ എന്ന് വിളിക്കുന്നത്, ഏകവചനം, ഒന്നിനെ സൂചിപ്പിക്കുന്നത്. അപ്പം ബോയ്, ഗേൾ, ബുക്ക്. എന്നാൽ ഇതിന് പ്ലൂരൽ ഫോം ഉണ്ട്, അത് ബഹുവചനമുണ്ട്. ഒന്നിലധികം വരുമ്പോൾ നമ്മൾ എന്താ പറയുക? ആൺകുട്ടികൾ, പെൺകുട്ടികൾ, പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്നിലധികം, അതിനെയാണ് പ്ലൂറൽ അല്ലെങ്കിൽ ബഹുവചനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഏകവചനവും ബഹുവചനവും മനസ്സിലായി. ഏകവചനത്തിൻ്റെ കൂടെ ഒരു എസ് ചേർത്ത് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ബഹുവചനമാവും. ബോയ്, ബോയ്സ്, ഗേൾ, ഗേൾസ്, ബുക്ക്, ബുക്സ്. സാധാരണ ഏകവചനത്തിൻ്റെ കൂടെ എസ് ചേർക്കുമ്പോൾ അത് ബഹുവചനമാവും. അതല്ലാത്തയുണ്ട്, അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇപ്പം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പം നമ്മൾ 2 പുതിയ ടേം പഠിച്ചു, സിംഗുലർ ആൻഡ് പ്ലൂറൽ. ഇനി നമുക്ക് നേരത്തെ പഠിച്ച 7 പദങ്ങൾ, ആ 7 പദങ്ങളിലും ഇത് തന്നെ കാണാം, സിംഗുലർ ആൻഡ് പ്ലൂറൽ. ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം. ഹി, അവൻ ഒരാളേ ഉള്ളൂ. ഷീ, അവൾ ഒരാളേ ഉള്ളൂ. ഇറ്റ് ഒരാളേ ഉള്ളൂ. ഇനിയിപ്പോൾ സാബു ഒരാളേ ഉള്ളൂ. മോഹൻ ഒരാളേ ഉള്ളൂ. മീറ ഒരാളേ ഉള്ളൂ. എ ടീച്ചർ ഒരാളേ ഉള്ളൂ. എ സ്റ്റുഡൻറ്റ് ഒരാളേ ഉള്ളൂ. എ ഡോഗ് ഒരാളേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒന്നിനെ സൂചിപ്പിക്കുന്ന മുഴുവൻ ഏകവചനത്തിൽ വരും. ഏകവചനം വരുമ്പോൾ അവിടെയാണ് IS ചേരുന്നത്. അപ്പം ഇനി എങ്ങനെ പറയാം? ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, സാബു ഈസ്, മീറ ഈസ്, എ ബുക്ക് ഈസ്, എ ടീച്ചർ ഈസ്. അങ്ങനെ ഈ സിംഗുലർ പദങ്ങൾ വരുന്ന കഴിഞ്ഞാൽ ഉടനെ ഈസ് ചേർക്കണം എന്നാണ്. ഇനി ഇപ്പുറത്തുള്ളത് നോക്കാം. THEY, ദൈ, അവർ, ഒന്നിലധികം വന്നു. WEV, ഞങ്ങൾ അല്ലെങ്കിൽ നമ്മൾ, ഒന്നിലധികം പേരുണ്ട്. യു നേരത്തെ നമ്മൾ കണ്ടു, അത് സിംഗുലറുമാണ് പ്ലൂറലുമാണ്, ഒറ്റ പദമേ ഉള്ളൂ. അതിൻ്റെ മുൻപുള്ള ഐ നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം നോക്ക്, ദൈ, വി, യു ഇതെല്ലാം വരുമ്പോൾ പ്ലൂറൽ വിഭാഗത്തിലായതുകൊണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ ആർ ഉപയോഗിക്കണം. അപ്പം നോക്ക്, ദയാർ, വി ആർ, യു ആർ. ഐ കഴിഞ്ഞ ആമേ ഉപയോഗിക്കുള്ളൂ എന്ന് നമ്മൾ നേരത്തെ പഠിക്കുകയും ചെയ്തു. അപ്പം ദയാർ, വി ആർ, യു ആർ, ബോയ്സ് ആർ, ഗേൾസ് ആർ, ടീച്ചേഴ്സ് ആർ, ഡോഗ്സ് ആർ, കാറ്റ്സ് ആർ. ഇങ്ങനെ പ്ലൂരൽ വരുമ്പോഴൊക്കെ ആർ ഉപയോഗിക്കുക. വളരെ സിമ്പിളാണ്.
ഐ വരുമ്പോൾ ആം ഉപയോഗിക്കുന്നു, സിംഗുലർ വരുമ്പോൾ ഈസ് ഉപയോഗിക്കുന്നു, പ്ലൂരൽ വരുമ്പോൾ ആർ ഉപയോഗിക്കുന്നു. ഇത്രയും ക്ലിയർ ആയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വ്യക്തമായെങ്കിൽ ഇതിൻ്റെ തുടർച്ച ഇനി നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് നിത്യജീവിതത്തിലെ വാക്യങ്ങളാണ് വേണ്ടത്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സെൻറ്റൻസുകളിൽ ഇത് വരണം. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ള ഇത് നമുക്ക് പഠിക്കാം. അപ്പോൾ അതിൽ നമ്മൾ കണ്ടിരുന്നു സിംഗുലർ വരുമ്പോൾ ഈസ് ഉപയോഗിക്കുന്നു, പ്ലൂറൽ വരുമ്പോൾ ആർ ഉപയോഗിക്കുന്നു. അപ്പം നമുക്കിനി ഒരു READY റെഡി എന്നൊരു പുതിയ പദം എടുക്കാം. റെഡി മീൻസ് തയ്യാറുള്ള. അപ്പം നമുക്കിനി ഓരോ സെൻറ്റൻസിൻ്റെ അർത്ഥം എന്തായിരിക്കും നോക്ക്. ഐ ആം റെഡി. ഐ ആം റെഡി മീൻസ് ഞാൻ തയ്യാറാണ്. ഐ ആം റെഡി. വി ആർ റെഡി. ഞങ്ങൾ തയ്യാറാണ് അല്ലെങ്കിൽ നമ്മൾ തയ്യാറാണ്. യു ആർ റെഡി. നീ തയ്യാറാണ്. ദേ ആർ റെഡി. അവർ തയ്യാറാണ്. ഹി ഈസ് റെഡി. അവൻ തയ്യാറാണ്. ഷീ ഈസ് റെഡി. അവൾ തയ്യാറാണ്. ഇറ്റ് ഈസ് റെഡി. അത് തയ്യാറാണ്. സാബു ഈസ് റെഡി. സാബു തയ്യാറാണ്. അപ്പം നമുക്കിങ്ങനെ വാക്യങ്ങൾ ഉണ്ടാക്കാമെന്ന് മനസ്സിലായി. ഇനി റെഡി എന്ന വാക്കിന് പകരം നമുക്ക് HAPPY ഹാപ്പി എന്ന പദം എടുക്കാം. ഹാപ്പി മീൻസ് സന്തോഷമുള്ള എന്നാണ്. അപ്പോൾ ഇതിന് പകരം റെഡിയുടെ സ്ഥാനത്ത് മുഴുവൻ നമുക്ക് ഹാപ്പി ഉപയോഗിക്കാം. ഐ ആം ഹാപ്പി മീൻസ് ഞാൻ സന്തോഷവാനാണ്. ഇനി ബാക്കിയുള്ളതൊക്കെ നിങ്ങൾക്കും പറയാവുന്നേ ഉള്ളൂ. ഐ ആം ഹാപ്പി, വി ആർ ഹാപ്പി, യു ആർ ഹാപ്പി, ദേ ആർ ഹാപ്പി. ഹി ഈസ് ഹാപ്പി, ഷീ ഈസ് ഹാപ്പി, ഇറ്റ് ഈസ് ഹാപ്പി, സാബു ഈസ് ഹാപ്പി. അപ്പം നമ്മളത് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതൊന്നുകൂടി വ്യക്തമാകാൻ വേണ്ടിയിട്ട് കുറച്ച് പദങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ സ്വയം വാക്യങ്ങൾ ഉണ്ടാക്കാമെന്ന് നിങ്ങൾ തന്നെ ശ്രമിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള പുതിയ കുറച്ച് പദങ്ങൾ, നിത്യജീവിതത്തിൽ വേണ്ട കുറച്ച് പദങ്ങൾ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ റിച്ച്, RICH റിച്ച്. റിച്ചിൻ്റെ അർത്ഥം സമ്പന്നനായ, അതായത് പണക്കാരനായ, പണക്കാരിയായ, പണമുള്ള എന്നൊക്കെയാണ് അർത്ഥം. RICH റിച്ച്. ഇനി HEALTHY ഹെൽത്തി. ഹെൽത്തിയുടെ അർത്ഥം ആരോഗ്യമുള്ള, ആരോഗ്യവാനായ, ആരോഗ്യവതിയായ എന്നൊക്കെയാണ് അർത്ഥം. ഇനി LUCKY ലക്കി. ലക്കി മീൻസ് ഭാഗ്യമുള്ള, ഭാഗ്യമുള്ളവൻ, ഭാഗ്യമുള്ളവളായ എന്നൊക്കെ അർത്ഥം വരും. ഇനി ബ്രേവ്, BRAV ബ്രേവ് മീൻസ് ധൈര്യമുള്ള, ധൈര്യവാനായ, ധൈര്യവതിയായ എന്നൊക്കെ അർത്ഥം കിട്ടും. ഗുഡ്, GOOD ഗുഡ്, നല്ലത് എന്നർത്ഥം. അതുപോലെ തന്നെ PWR പുവർ, പാവപ്പെട്ട. റിച്ചിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പുവർ, പാവപ്പെട്ട, പാവപ്പെട്ടവനായ എന്നൊക്കെ അർത്ഥം വരും. ഇനി നമുക്ക് ഓരോ വാക്യങ്ങൾ ഉപയോഗിക്കാം. അപ്പം വാക്യങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കാം. ഞാൻ ആരോഗ്യവാനാണ്. ഞാൻ ആരോഗ്യവാനാണ്. അവൾ ബുദ്ധിയുള്ളവളാണ്. അവൾ ബുദ്ധിയുള്ളവളാണ്. അവൻ ധൈര്യമുള്ളവനാണ്. അവൻ ധൈര്യമുള്ളവനാണ്. നീ ഭാഗ്യവാനാണ്. നീ ഭാഗ്യവാനാണ്. അത് നല്ലതാണ്. ഞങ്ങൾ പാവപ്പെട്ടവരാണ്. അവർ പണക്കാരാണ്. അപ്പോൾ നമുക്ക് വാക്യങ്ങൾ കിട്ടി. ഇനി നിങ്ങൾ സ്വയം ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുക. ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യത്തെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം, നമുക്ക് സ്വന്തം ചെയ്യാൻ പറ്റുമെന്ന്. ഞാൻ ആരോഗ്യവാനാണ് എന്നാണ്. അപ്പം ഞാൻ എന്നുള്ളതിന് നിങ്ങൾക്കറിയാം ഐ, ആകുന്നു അല്ലെങ്കിൽ ആണ് എന്നതിന് ആം. അപ്പോൾ ഐ ആം 2. ഇനി നമുക്ക് ആ കൂടി ആരോഗ്യമുള്ളതിന് ഇപ്പം നമ്മൾ പറഞ്ഞ ലിസ്റ്റിൽ ഹെൽത്തി എന്നൊരു വാക്കുണ്ട്. അപ്പം നമുക്കത് കൂട്ടി യോജിപ്പിച്ചാൽ മതി. ഐ ആം ഹെൽത്തി, ഞാൻ ആരോഗ്യവാനാണ്. ഇനി ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ സ്വന്തം ചെയ്തു നോക്കുക. എന്നിട്ട് അടുത്ത പാർട്ടിൽ കൊടുക്കുന്ന ഉത്തരങ്ങളുമായിട്ട്, ഇതിൻ്റെ ഉത്തരങ്ങൾ അടുത്ത പാർട്ടിൽ കൊടുക്കും. ആ സമയത്ത് നിങ്ങൾ അതുമായിട്ടൊന്ന് ഒത്തുനോക്കുക. So friends, I hope you have understood. Thank you very much for watching this video. Goodbye till we meet again.